പൈലി ലൈറ്റെല്ലാം ഓഫാണ്, ഗ്രില്ലൊക്കെ അടച്ചിട്ടുണ്ട്, എല്ലാവരും ഉറക്കമായിട്ടുണ്ട്. നീ നല്ലോണം ശ്രദ്ധിച്ചോണം കേട്ടോ, ആരെങ്കിലും വരുമോ നോക്കണം. ആരും പറഞ്ഞില്ല, പക്ഷേ റോഡിൽ കൂടെ വണ്ടി പോകുന്നുണ്ട്. ഈടാ പിന്നെ റോഡിൽ കൂടെ വണ്ടി പോകുന്ന നോക്കാനാണോ നമ്മൾ വന്നേ? നമ്മൾ എന്തിനാ വന്നേ? ക്ലീറ്റസ് നേതാവിനെ തല്ലാൻ വരുന്നവനെ തല്ലാനാണ് നമ്മൾ വന്നത്. മനസ്സിലായോ? അതെ. വെള്ളം കുടിക്കാൻ മൂത്രം ഒഴിക്കുന്നത് തന്നെ പണി. എന്തോ ശബ്ദമേ? പൊതുവിനെ അടിക്കാനല്ല പറഞ്ഞത്, ആരെങ്കിലും വരുന്നു നോക്കും. നീ അങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ. നോക്കാം. ഇത് കള്ളന്മാര് തന്നെ. കൊടങ്ങാവിടെ കാവലിരിക്കുന്ന വീട്ടിൽ കള്ളന്മാര് കയറാനാ. ഒത്തിരി നാളായി ഒന്ന് കൈയും കാലും മുറിക്കിട്ടു. വേണ്ട, ഇതിലെ പോയാ അമ്മാറ മുമ്പിൽ ചാടും. പുറകെ കട പമ്മിപ്പോയി സ്പാടിക സ്റ്റൈലിൽ തോർത്തിട്ട് പിടിക്കാം. ഇന്ന് അവന്മാരെ പിടിച്ച് വീണ്ടും എൻ്റെ ഹീറോയിസം തെളിയും. അവൻ തന്നെ പിടിച്ചോളാം. ഈ ജനലിൻ്റെ അടുത്താണല്ലോ അനക്കം കേട്ടത്. ലൈറ്റ് തുറന്നേത് എന്തുവാണ് ചേച്ചി? കനക സാറേ, ഇത് വേറൊന്നുമല്ല, ഇത് നമ്മുടെ ക്ലീറ്റസിന് തല്ലാൻ വന്നാൽ ഞങ്ങൾ കൈയോടെ പിടിച്ച് വേഷ കൊടുത്തിട്ടുണ്ട്. റൊണാൾഡോ അകത്ത് കിടന്നതല്ലേ, ഇതെങ്ങനെ ഇവിടെ വന്നു? നീ കള്ളന്മാരുടെ സൗണ്ട് കേട്ടപ്പോ കൈയോടെ പിടികൂടി അടിക്കാൻ വേണ്ടി ഇറങ്ങി വന്നത്. എന്നാ പിന്നെ തിരിച്ചടിച്ചൂടെ അടി കിട്ടുമ്പോ? ഉള്ള സമയം തരട്ടെ, ശകലം പോലും ഗ്യാപ്പ് കിട്ടിയില്ല. എന്താ കാണിച്ചേ? സോറി സാർ, ഒരു കയ്യബദ്ധം പറ്റിയതാ. കയ്യബദ്ധോ? തല്ലി ചാച്ചിട്ട് വർത്താനം പറയാണ്. ഇപ്പൊ ഈ സമയത്ത് ഞാൻ രണ്ടേം കൊണ്ട് കെട്ടിയെടുത്തത്. കനക സാറേ, ഞങ്ങൾ ക്ലീറ്റേഴ്സ് പറഞ്ഞിട്ടാ വന്നത്. ക്ലീറ്റേഴ്സിന് ആരോ വീട്ടിൽ കയറി തല്ലുമെന്ന് പറഞ്ഞൊരു ഭീഷണിക്കത്തുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ വന്നതാ. എടാ സ്റ്റേഷനിലോട്ട് വിളിക്കണം. എന്തോ കള്ളത്തരം കൊണ്ട് വന്നേക്കാണ്. എനിക്ക് പോലീസ് സ്റ്റേഷൻ വിളി. ഈ കത്തെഴുതി ആരാന്ന് അറിയാലോ. ഈ കത്തിന്റെ റോഡോ കണ്ടുപിടിക്കും. ഇതുകൂടെ അറിയിട്ട് കൊടുക്ക്. ഞങ്ങൾ പറയുന്ന കള്ളാണോന്ന് അറിയാലോ. വിളിക്ക്. ഈ കത്തറിനാണ് നിങ്ങൾ വന്നത്? എന്നാ ആള് മാറിയിട്ടില്ല, കിട്ടേണ്ട ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അല്ല മച്ചപ്പി, ഒരാളുടെ സ്വകാര്യതയെ കടന്നു ചെല്ലുന്നത് IPC 144 ആക്ട് പ്രകാരം തെറ്റാണ്. ഏതാക്ട്? IPC 144. എടാ ക്ലീറ്റസേ, അല്ല കാരണം മച്ചമ്പി മച്ചമ്പി ഇവിടെ കിടന്നുകൊണ്ട് ഭയങ്കര വാഗ്വാദമൊക്കെ നടത്തില്ല, പേടിയില്ലാന്ന്. അപ്പൊ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടങ്ങാവുള്ള സ്റ്റൈലൊരു പേടിയോ? ഉറപ്പായിട്ടും പേടിച്ച് പാനിച്ച് പൊതച്ചു കൂടി ഇവിടെ കിടന്നു. നല്ലോണം പേടിച്ചോ? നല്ലോണം. കിട്ടേണ്ടത് കിട്ടിയോ? ഇനി പിണ്ണതായാലോ കൊട്ടൻ ചുക്കാതെ എന്താണെന്ന് തടവിട്ട് അത് കിടന്നു വാങ്ങിക്കോ. കൊട്ടൻ ചുക്കാതെയും പിണ്ണതായാലും തലയ്ക്കും മാത്രം വെച്ചേക്കണേ തങ്കം ചേട്ടത്തി.